ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 24-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കുവാനുള്ളത്. 24-ാമത്തെ ശ്ലോകം. ഏവം വിധം ത്വാം സകലാത്മനാമപി സ്വാത്മാനമാത്മാത്മതയാ വിചക്ഷത്തെ ഗുർവർക്കലബ്ധോപനിഷത്സു ചക്ഷുഷാ യേ തേ തരന്തീവ ഭവാൻ ഋതാം ബുദ്ധിം. ഏവം വിധം, നമ്മളിപ്പോൾ കുറച്ചധികം ഭഗവാന്റെ ഓരോരോ നിർവചനങ്ങൾ എന്ന പോലെ എന്താണ് ഭഗവാൻ എന്ന് പറയുവാൻ എന്നൊന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ നാമങ്ങൾ പല രീതിയിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ആദ്യനാണ്, അതുപോലെ അക്ഷരനാണ്, സ്വയം ജ്യോതിയാണ് ഭഗവാൻ, ഏറ്റവും പഴക്കമേറിയ പുരാണനാണ് ഭഗവാൻ. അങ്ങ് ഒന്ന് മാത്രമാണ് നിത്യമായിട്ടുള്ളത്, അന്തമില്ലാത്തതായിട്ടുള്ളത്, പൂർണ്ണനായിട്ടുള്ളത് തുടങ്ങി പല 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 രീതിയിൽ ഭഗവാനെ കുറിച്ച് നമ്മൾ പറയാൻ ശ്രമിച്ചു. കാരണം ഭഗവാൻ എന്ന സത്യത്തെ വാക്കുകൾ കൊണ്ട് പറയുക അസാധ്യമാണ്. എന്നാലും പല രീതിയിൽ അതിനെ നമുക്കൊന്ന് വിചാരം ചെയ്യുവാൻ വ്യാസഭഗവാൻ നമുക്കതിന് ഉതകുന്ന രീതിയിൽ, അതേ ഭഗവാൻ എന്താണെന്ന് അറിയുവാനുള്ള മാർഗത്തിലേക്ക് നമ്മളെ നയിക്കുകയായിരുന്നു. അത് വിചാരം ചെയ്ത് ഉള്ളിൽ അനുഭവിച്ചറിയേണ്ട ഒന്നാണ്, വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒന്നല്ല. എന്നിരുന്നാലും അതിനു വേണ്ട ഒരു വഴി തെളിച്ചു തരികയായിരുന്നു വ്യാസഭഗവാന്. അപ്പോൾ പറയാണ് ഏവം വിധം, ഇപ്രകാരമെല്ലാമുള്ള ത്വാം, ഭഗവാനെ അങ്ങ് സകലാത്മനാമപി, സകലാത്മന അപി, സകല ആത്മാക്കളുടെയും സർവ പ്രാണികളുടെയും, അപി എന്നാൽ എങ്കിൽ, എന്നിരുന്നാലും എന്നുള്ള അർത്ഥത്തിൽ, സകല പ്രാണികളുടെയും സ്വാത്മാനമാത്മാത്മതയാ, സ്വാത്മാനം ആത്മാത്മതയാ, ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെ വരുന്നത്. സ്വാത്മാനം എന്ന് പറഞ്ഞാൽ സ്വാത്മാവുമായി ഇരിക്കുന്ന, എല്ലാ പ്രാണികളുടെയും ഉള്ളിൽ അവരുടെ തന്നെ ആത്മാവായിരിക്കുന്ന, പ്രാണനായിരിക്കുന്ന, പ്രാണൻ എന്ന് പറഞ്ഞുകൂടാ, അതിനും മേലെയാണ് ഭഗവാൻ, ആ സത്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന, അവരുടെ ജീവചൈതന്യമായിരിക്കുന്ന ആത്മാത്മതയാ, അങ്ങനെയുള്ള ഭഗവാനെ ത്വാം നിന്തിരുവടിയെ ആത്മാത്മതയാ, ആത്മാവിൻ്റെയും ആത്മാവായിട്ട്, നമ്മുടെ ഈ ഉള്ളിൽ ഈ ക്രിയാശക്തിയായി, ജ്ഞാനശക്തിയായി, ബുദ്ധിശക്തിയായി, എല്ലാത്തിനും കാരണമായിട്ടുള്ള ചൈതന്യമായി വർത്തിക്കുന്ന ആ സത്യത്തിൻ്റെ ഉറവിടം എന്താണോ, അതായത് ഇതൊരു ചെറിയൊരു അംശം മാത്രമാണ്. വലിയൊരു കടലിലെ വെള്ളം നമ്മൾ കോടിക്കണക്കിന് ഗ്ലാസ്സുകളിൽ പകർന്നു വെച്ചാലും സമുദ്രം സമുദ്രമായി നിലനിൽക്കുന്നത് പോലെ ഈശ്വരൻ എന്ന സത്യത്തിൻ്റെ ഒരംശം മാത്രമാണ് ഈ കോടിക്കണക്കിനുള്ള ഓരോ സൃഷ്ടിയും. അപ്പോൾ ഈ ഓരോ കപ്പിലെയും വെള്ളത്തിൻ്റെ ഉറവിടം ഏതാണ് എന്ന് ചോദിച്ചാൽ സമുദ്രമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കോടാനുകോടി സൃഷ്ടികളുടെ ഉള്ളിൽ വിലസുന്ന ആ ആത്മാവിൻ്റെ, അല്ലെങ്കിൽ കോടാനുകോടി പ്രാണികളുടെ സ്വാത്മാവായിരിക്കുന്ന, അല്ലെങ്കിൽ ആ സ്വാത്മാവിൻ്റെയും ആത്മാത്മതയാ, ആ ആത്മാവിൻ്റെ ആത്മാവായിരിക്കുന്ന, അതിൻ്റെയും ഉറവിടമായിരിക്കുന്ന, അല്ലയോ ഉറവിടമായിട്ട്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് കടലാണ്. ഓരോ സൃഷ്ടിയും
ഓരോ ഗ്ലാസ്സിലെ വെള്ളമാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ വെള്ളം ഉള്ളത് കൊണ്ടാണ് അത് എംപ്റ്റി അല്ലാത്തത്, ശൂന്യമല്ലാതിരിക്കുന്നത്. അതായത് അത് വർത്തിക്കുന്ന തലത്തിലിരിക്കുന്നത് ഈ ഇത്രയും പ്രാണികളുടെ ഉള്ളിൽ ആ ഒരു ചൈതന്യം ഉള്ളത് കൊണ്ടാണ്, ആത്മാവായിട്ട്. അപ്പോൾ അതിൻ്റെ ഉറവിടമായിരിക്കുന്ന ഭഗവാനെ അവിടുത്തെ ഈ ആത്മാവിൻ്റെ, അവരവരുടെ ഉള്ളിലെ ആത്മാവിൻ്റെ ആത്മാവായിട്ട് വിചക്ഷത്തെ കാണുന്നുവോ, യാതൊരാളാണോ അങ്ങനെ കാണുന്നത്. ഗുർവർക്ക ലബ്ധോപനിഷത്സു ചക്ഷുഷ. ഗുർവർക്ക, ഗുരു അർക്ക, ഗുരുവാകുന്ന അർക്കൻ സൂര്യൻ, സൂര്യൻ്റെ ലബ്ധോപനിഷത് സുചക്ഷുഷ, ആ ഗുരുവാകുന്ന സൂര്യനിൽ നിന്ന് ലബ്ധ ലഭിച്ച, ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം. ഇവിടെ ഉപനിഷത്ത് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആ പരമമായ ജ്ഞാനം എന്താണ്? നമ്മുടെയൊക്കെ സ്വാത്മാവിൻ്റെ ആത്മാവായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആത്മാവ് എന്ന ആ പരമമായ സത്യത്തെ, ആ ഒരു അറിവിനെ സുചക്ഷുഷ ഇവിടെ എന്ന് പറയാൻ കാരണം, ഉപനിഷത്തുകളിലൊക്കെ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ആ സത്യത്തെ കാണണമെങ്കിൽ സു എന്നത് എപ്പോഴും നമ്മൾ നല്ലത് എന്നതിനെ കാണിക്കാനാണ്. അപ്പോൾ സുചക്ഷുഷ, നല്ല കണ്ണുകൊണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണ് തെളിഞ്ഞ കണ്ണുകളാവണം. ഇന്ന് നമ്മളൊക്കെ ഈ സംസാര സാഗരത്തിൽപ്പെട്ട് കണ്ണിൽ അന്ധത ബാധിച്ചിരിക്കുകയാണ്. സത്യത്തെ നമ്മൾ അറിയാതെ പോവുകയാണ്. അപ്പോൾ ആ കണ്ണ് തെളിഞ്ഞു കഴിഞ്ഞാൽ, വേണ്ട അറിവ് വേണ്ട വിധത്തിൽ ഉള്ളിൽ ഉദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ശരിയായ തത്വത്തെ എങ്ങനെ നമുക്ക് അറിയാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ അറിയുന്ന ഒരാളിന്, ആരാണോ അങ്ങനെ കാണുന്നത്, നമ്മുടെ സ്വാത്മാവിൻ്റെ ആത്മാവായിട്ട് ആ നിന്തിരുവടിയെ ആരാണോ കാണുന്നത്, തേ, യാതൊരാളാണോ, എന്ന് പറഞ്ഞാൽ യാതൊരാളാണോ, തേ അവർ, തരന്തീവ, തരന്തി ഇവ ആണ് തരന്തീവ. അതായത് തരന്തി എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുന്നു, അഥവാ മുക്തനായി ഭവിക്കുക എന്ന് നമുക്ക് പറയാം. എങ്ങനെ? ഭവ അനൃതാംബുധിം, ഭവ അനൃത അംബുധിം, ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെ വരുന്നത്. ഭവ എന്ന് പറഞ്ഞാൽ ഈ സംസാരം ആകുന്ന, അനൃതം, ഋതം എന്നാൽ, നൃതം എന്നാൽ സത്യം, അനൃതം എന്ന് പറഞ്ഞാൽ അസത്യം. അപ്പോൾ ഈ അസത്യമായിട്ടുള്ള ഈ സംസാരത്തെ, നമുക്കിന്നുണ്ടെന്ന് തോന്നുന്ന ഈ ഭവസാഗരത്തെ, ഇത് സത്യത്തിൽ അസത്യമാണ്. കാരണം ഇതൊക്കെ ഭഗവാനെ അവിടുത്തെ തന്നെ ഒരു മായയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നമുക്കൊക്കെ ഈ സംസാരസാഗരം വലിയൊരു പ്രാരബ്ധമായി, ബുദ്ധിമുട്ടുകളായി നമുക്ക് തോന്നുമ്പോഴും അറിയുക, ഇതൊക്കെ ഭഗവാന്റെ വെറും മായയാണ്. ഈ പ്രപഞ്ചം എന്നൊന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുമില്ല. അത് ഭഗവാന്റെ മായ കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ പ്രപഞ്ചവും പ്രാപഞ്ചികമായ കാര്യങ്ങളും. സത്യമായിട്ടുള്ളത് ഭഗവാൻ ഒന്ന് മാത്രമാണ്. ആ ഭഗവാന്റെ ഉദരത്തിൽ ശയിക്കുന്ന വെറും കീടങ്ങൾ മാത്രമാണ്. അവിടെ സ്വപ്നലോകത്തിൽ എന്നോണം ഭഗവാന്റെ മായ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ വിഹരിച്ച് നമ്മളൊക്കെ വല്ലാതെ കഷ്ടപ്പാടുകൾ സ്വയം ഏറ്റെടുക്കുകയാണ്, ഉണ്ടെന്ന് ധരിച്ച് വിവശരായി ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭവ അനൃതാം, അസത്യമായിട്ടുള്ള ഈ ഭവ അംബുധീം എന്ന് പറഞ്ഞാൽ സാഗരം, ഈ ഭവസാഗരത്തെ, സംസാരസാഗരത്തെ അങ്ങനെയുള്ളവരൊക്കെ തരന്തീവ, ക്ലേശം കൂടാതെ അവരൊക്കെ അങ്ങനെ തരണം ചെയ്യുന്നു. കാരണം അവരൊക്കെ ഈ ജ്ഞാനചക്ഷുഷ് ശരിയായ രീതിയിൽ കിട്ടിയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ തെളിഞ്ഞിട്ടുള്ളവർക്ക്, സുചക്ഷുഷു കൊണ്ട് തൻ്റെ സ്വാത്മാവിനെ പരിപൂർണനായിട്ടുള്ള, അപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലൂടെ നമ്മൾ അറിയാൻ ശ്രമിച്ച അപ്രകാരം എല്ലാം ഇരിക്കുന്ന ഭഗവാനെ, അവിടുത്തെ സകല ആത്മാക്കളുടെയും സ്വാത്മാവായിരിക്കുന്ന നിന്തിരുവടിയെ, ആരാണോ തൻ്റെ ഉള്ളിലെ ഈ ആത്മാവിൻ്റെയും ആത്മാവായി ഭഗവാനെ കാണുവാൻ കഴിയുന്നത്,
അതെങ്ങനെ കിട്ടണം? ഗുരുവാകുന്ന സൂര്യനിൽ നിന്നും ലഭിച്ച അറിവ് കൊണ്ട്. ഉപനിഷത്ത് എന്ന് പറയുന്ന പരമമായ സത്യം, ഇവിടെ ഉപനിഷത്ത് എന്നൊരു ഗ്രന്ഥത്തെക്കാളേറെ ആ പരമമായ സത്യത്തെ ആർക്കാണോ വേണ്ട വിധത്തിൽ അറിയുവാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജ്ഞാനദൃഷ്ടി കൊണ്ട്, സുചക്ഷുഷു കൊണ്ട് ഭഗവാനെ കാണുവാൻ കഴിയുന്നത്, അനുഭവിക്കുവാൻ കഴിയുന്നത്, അറിയുവാൻ കഴിയുന്നത്, അങ്ങനെയുള്ളവർക്ക് ഈ അവാസ്തവമായിട്ടുള്ള സംസാരസാഗരത്തിൽ വല്ലാതെ പെട്ടുഴലേണ്ടി വരുന്നില്ല. അവര് ഭഗവാന്റെ കൈകളിൽ ഒരു തോണിയിലിരുന്നു പോകുന്ന ലാഘവത്തിൽ ഈ സംസാരസാഗരത്തെ തരണം ചെയ്യുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം വിധം ത്വാം സകലാത്മനാമപി സ്വാത്മാനമാത്മാത്മതയാ വിചക്ഷത്തെ ഗുർവർക്കലബ്ധോപനിഷത്സു ചക്ഷുഷാ യേ തേ തരന്തീവ ഭവാനൃതാംബുധിം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സകലാത്മനാമപി, അവിടെ മായുടെ അകാരം ശ്രദ്ധിക്കുക. സകലാത്മനാം അപിയാണ്. അതുപോലെ സ്വാത്മാനമാത്മാത്മതയാ, അവിടെ 2-3 മായൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ അകാരം നീട്ടിയെടുക്കേണ്ടതുണ്ട്. സ്വാത്മാനം, അവിടെ സ്വ ആത്മാനം, തൻ്റെ ഉള്ളിലെ ആ ആത്മാവിനെ. അപ്പോൾ അവിടെ സ്വാത്മാനം അകാരം നീട്ടിയെടുക്കുക. അതുപോലെ സ്വാത്മാനം ആത്മതയാ, അവിടെ 2ഇടത്തും അകാരം നീട്ടിയെടുക്കേണ്ടതുണ്ട്. സ്വാത്മാനം ആത്മാത്മതയാ, അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഗുർവർക്കലബ്ധോപനിഷത്സു ചക്ഷുഷ, അത് കഴിയുന്നതും പദം പിരിക്കാതെ തന്നെ ചേർത്ത് തന്നെ വായിക്കുക. ആ ഒരു വരി മുഴുവനും തന്നെ. അവിടെയും ഗുർവാർക്ക, അർക്കനാണ് സൂര്യൻ എന്നുള്ള അർത്ഥത്തിൽ. അവിടെ വായുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ ലബ്ധോപനിഷത്ത്, ലബ്ധ ഉപനിഷത്താണ്. പദം പിരിക്കണ്ട, പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ആ പദങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തെറ്റുകൂടാതെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ വായിക്കുന്നതിൽ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ടാവും, കൃത്യതയുണ്ടാവും, തെറ്റുകൂടാതെ നമുക്ക് വായിക്കുവാൻ കഴിയും. അത് ശ്രദ്ധിക്കുക. ആ വരി ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് ഭവാനൃതാംബുധിം. അവിടെ ഭവ അനൃത അംബുധിയാണ്. പദം പിരിക്കണ്ട. ഭവാനൃതാം, അവിടെ അകാരം. അതുപോലെ അനൃതാം അംബുധിം, ഭവാനൃതാംബുധിം. അവിടെ വായിക്കുമ്പോൾ കുറച്ച് പ്രയാസം തോന്നാം. നമ്മൾ ചെറിയ ചെറിയ പദങ്ങളായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ പിന്നീട് അത് കൂട്ടിച്ചേർത്ത് വായിച്ച് തെറ്റുകൂടാതെ വായിക്കാൻ ശ്രമിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ്. അവിടെയും അതുപോലെ അംബുധിം എന്നൊക്കെയുള്ളിടത്ത് അകാരം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 25ാമത്തെ ശ്ലോകമാണ്. ഈ അധ്യായത്തിലെ ശ്ലോകങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു അർത്ഥവ്യാപ്തിയുണ്ട്. അത് തന്നെ കഴിയുന്നതും നമ്മൾ വളരെ കുറച്ച്, ഒരുപാട് വിശദീകരണത്തിലേക്ക് പോകാതെ കുറച്ച് മാത്രം ഒന്ന് സൂചിപ്പിച്ചാണ് പോകുന്നത്. എന്നിരുന്നാൽ പോലും ആഴമേറെ ഉള്ളതുകൊണ്ട് ഈ ഒരു ശ്ലോകങ്ങൾ അധികം നമുക്ക് ഓരോ ദിവസത്തെ സത്സംഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. പരമാവധി കുറയ്ക്കുന്നുണ്ട് വിശദീകരണം. നമുക്ക് ഭഗവാന്റെ നിശ്ചയമായിരിക്കാം അതുപോലെ നടക്കട്ടെ എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സത്സംഗത്തിൽ 25ാമത്തെ ശ്ലോകം നോക്കാമെന്ന് കരുതുന്നു. ഇന്നിപ്പോൾ നോക്കിയാൽ സത്സംഗത്തിൻ്റെ ആ ഒരു വീഡിയോയുടെ ലെങ്ത് കൂടി പോകുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നിർത്തുന്നത്. ഹരേ കൃഷ്ണ.